ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടാണ് ഇയറിംഗ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് 17 രൂപ മാത്രമേ ഇതിനുള്ളൂ. ഇത് നല്ല കട്ടിക്കാണ് കിട്ടുന്നത്. കൂടാതെ ഇതിനകത്ത് ഇതുപോലെ പേപ്പർ ഉണ്ട്. നമുക്ക് ഇതുപോലെ ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇതുവഴി നിങ്ങൾക്ക് ഒട്ടിക്കാം. പശയുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ പശയുടെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിൽ കാണുന്നതാണ്. കുറച്ച് മുട്ടുകളും അതുപോലെ തന്നെ ഇയർ ഹുക്സ് അല്ലെങ്കിൽ ഇയർ വയേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇതുപോലെ ഗോൾഡനും സിൽവർ കളറും എടുത്തിട്ടുണ്ട്. പിന്നെ ജംപ് റിങ്സ്, പിന്നെ ഇതുപോലെ ഹെഡ് പിൻസും ഐ പിൻസും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം, സിൽവറോ ഗോൾഡോ ഏത് വേണമെങ്കിലും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ബ്ലൂ കളറാണ് ഞാൻ ആദ്യം തന്നെ എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വേണ്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വരച്ചാൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്കെയിൽ എടുത്തിട്ടുണ്ട്, ഇവിടെ പെൻസിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ എത്ര നീളം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എനിക്ക് ചെറുത് മതി. എനിക്കിതിൻ്റെ വിട്ടെന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ മതി. എന്നാലും ഞാൻ ഇതിൻ്റെ അറ്റം തൊട്ട് എടുക്കുന്നുണ്ട് സ്കെയിലിൻ്റെ, ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ. പിന്നെ എനിക്ക് ലെങ്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 സെൻറ്റിമീറ്റർ ആണ്. ഇത്ര ഞാൻ നീളം എടുക്കുന്നുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ നമുക്ക് ഇതിൻ്റെ വേറൊരു പീസ് കൂടെ വേണം. അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ നമുക്ക് 2 എണ്ണം ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഇതുപോലെ ഉള്ള പ്ലെയിൻ ആയിട്ടുള്ള റിംഗ് ആണ്. ഇതിൻ്റെ സ്ക്വയറും ഓവലും മീഷോയിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ കോമ്പസ് എടുത്തിട്ട് ഇതിലേക്കൊരു ഹോള് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജംപ് റിങ്സ് എടുക്കാം. ഇത് ഈ ഹോളിനുള്ളിൽ കടത്തിയെടുക്കണം ഇതുപോലെ. ഇനി നമുക്ക് ഈ ജംപ് റിങ്സിനുള്ളിൽ ഈ റിങ് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതുപോലെ ഇയർ വയർ എടുത്തിട്ട് ഇതിലേക്ക് കടത്തി കൊടുത്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ കിട്ടും. ഇത് നല്ല രസത്തിലേ കാണാൻ. ഇനി നമ്മൾ ഇതുപോലെ 2 ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് ചേരുന്ന ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ആണ്. ഞാൻ ഇതുപോലെ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസിൽ ഇതുപോലെ ആ മുത്ത് കടത്തി കൊടുത്തിട്ട് ഈ റിങ്ങിനുള്ളിൽ കൂടെ എടുത്ത് ചുറ്റി ചുറ്റി എടുക്കാം. അങ്ങനെ നമുക്കിത് ഇതുപോലെ കിട്ടും. നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമുക്കിതുപോലെ തന്നെ ഇതിൻ്റെ ജോഡിയൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇയറിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ആദ്യത്തേത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഇത് ചെയ്യാനും സിമ്പിളാണ്, പക്ഷെ നിങ്ങളിത് ഇട്ട് നോക്കുമ്പോൾ അത് അതിലും ഭംഗിയായിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ കമ്മൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പിങ്ക് കളറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് 2 കുഞ്ഞ് ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ഹാർട്ടാണ്. നമുക്ക് ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കണം. അങ്ങനെ ഇതുപോലെ നമ്മളിവിടെ 2 ലവ് ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐ പിൻസ് ആണ് വേണ്ടുന്നത്. ഇതുപോലെ ഞാൻ 6 ഐ പിന്നുകൾ എടുത്തിട്ടുണ്ട്. 3 വീതം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഐ പിന്നെല്ലാം കുറച്ച് കട്ട് ചെയ്ത് കളയണം. നമുക്കൊരു ശകലം മതി. ഇതുപോലെ കുറച്ച് മുത്ത് നമുക്ക് വേണം. പിന്നീട് ഇതുപോലെ ഹെഡ് പിൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കുഞ്ഞ് മുത്തിലൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിൽ ലൂപ്പ് ചെയ്തെടുക്കാം.
ഇതുപോലെ 3 എണ്ണത്തിൽ നമ്മൾ ഇതുപോലെ ഹെഡ് പിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ 3ലും ഈ ഐ പിന്നുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ചുകൂടെ മുറുക്കി കൊടുക്കാം. ഇതുപോലെ അങ്ങനെ നമ്മൾ 3 ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് തിരിക്കാം. ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇവിടെ പശയുണ്ടല്ലോ, നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ശകലം ഇങ്ങനെ ഇളക്കാം, എന്നിട്ട് ഇത് വെച്ച് കൊടുത്ത് അങ്ങ് ഒട്ടിക്കാം. ഏകദേശം 3 ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഇത് ഞാൻ തിരിച്ചങ്ങ് ഇതുപോലെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. ഇപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരു ഭംഗിയായിട്ടുണ്ടെന്ന്. നല്ല ഡ്രസ്സില്ലേ കാണാൻ. ഇനി നമുക്ക് വേണ്ടുന്നത് ചെറിയൊരു ജംപ് റിങ്സ് ആണ്. ഇതുപോലെ കുഞ്ഞൊരു ജംപ് റിങ്സും ഇതിന് പറ്റിയ ഇയർ വയറും ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൊരു കുഞ്ഞ് ഹോളിടാം. കോമ്പസ് എടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് കുഴിക്കണം. ഇത് ഓപ്പൺ ചെയ്യാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതോടെ ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അങ്ങനെ ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് സിമ്പിളാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ഇതുകൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇത് ഗ്ലിറ്റർ പേപ്പർ ആണെന്ന് പോലും പറയൂല. ആക്ച്വലി നിങ്ങളിത് ചെയ്ത് വരുമ്പോഴത്തേനും നല്ല രസമാണ്. അപ്പോൾ നിങ്ങളിത് എന്തുവായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, പിന്നെ കുറച്ച് പേർക്ക് ഷെയറും കൂടെ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഇയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പർപ്പിൾ കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഇതളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇതേ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്കിതുപോലെ ഒരു 6 എണ്ണം ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് 6 എണ്ണം. ഇനി നമുക്ക് ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പയ്യെ ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഒരെണ്ണത്തിൻ്റെ ബാക്കിൽ കുറച്ച് ഇളക്കുക, എന്നിട്ട് ഇത് ഇതുപോലെ ഒട്ടിക്കണം. എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇങ്ങനെ വീണ്ടും ഇപ്പുറത്തതിൻ്റെ ശകലം ഇളക്കണം. ഇതുപോലെ ഒട്ടിക്കണം. ഏകദേശം ഒരു 4 എണ്ണം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 എണ്ണം ഇതിൻ്റെ മുകളിലാണ് ഒട്ടിക്കേണ്ടത്. നമ്മൾ ഫുള്ളോടെ അങ്ങ് ഇളക്കി കളയാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിക്കാം. ഇതുപോലെ ഏകദേശം അതിങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഞാൻ ഇതുപോലെ 2 ലൂപ്പ് റിങ് എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് വില കുറവാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് ഇത്രയും നമുക്ക് വേണ്ട, അതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൻ്റെ 2 അറ്റത്തും ഇതുപോലെ കോമ്പസ് എടുത്ത് വെച്ച് കുഴിച്ചെടുക്കണം.
അങ്ങനെ രണ്ടറ്റത്ത് നമ്മൾ കുഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു റിങ് എടുത്തിട്ട് ഇത് ചെറുതായിട്ട് ലൂപ്പ് മാതിരി അകത്തോട്ട് വെക്കണം. ഏകദേശം ഇതുപോലെ ഈ സൈഡും അതുപോലെ തിരിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ ഹോളിലൂടെ ഇത് എടുക്കാം. നമ്മൾ ഈ അറ്റം ഇതുപോലെ ഹോളിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തും കൂടെ അതുപോലെ എടുക്കണം. അങ്ങനെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രസമായിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് ജംപ് റിങ്സ് എടുക്കാം. അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇയർ വയർ ഇട്ടതിന് ശേഷം ഇതുകൂടെ അതിലേക്ക് ഇട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം നമുക്കിങ്ങനെ കിട്ടും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, സിമ്പിളുമാണ്. നിങ്ങളിത് കാതിലിട്ട് നോക്കുമ്പോഴേ അറിയൂ ഇത് എത്ര സിമ്പിളാണെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിതുപോലെ തന്നെ ഇതും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കമ്മല് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നാലാമത്തെ റിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ മൂന്നും ഞാൻ എടുക്കുന്നുണ്ട്. ആദ്യം നീലയാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു 2 സെൻറ്റിമീറ്റർ വേണം. സ്ക്വയർ ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ ബോക്സ് ആണ്. നീല നമ്മൾ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പർപ്പിൾ കളറിൽ നമ്മൾ 1.5 സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 എണ്ണം. ഇതുപോലെ ഇത് 1 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിങ്ക്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇത് സ്ക്വയർ ആയിട്ടാണെങ്കിൽ നമ്മൾ നേരെ ഇതിങ്ങനെ വെക്കണം, ഒരുമാതിരി ഡയമണ്ട് ഷേപ്പ് മാതിരി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഒരു പർപ്പിൾ ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. വീണ്ടും അതിൻ്റെ മുകളിൽ ഇതുപോലെ പിങ്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഏകദേശം ഇങ്ങനെ കിട്ടും. നല്ല രസമാണ് ഇത് കാണാൻ. സെയിം രീതിയിൽ ഇതുകൂടെ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് പിൻസ് ആണ് വേണ്ടുന്നത്. ഞാൻ ഇവിടെ ഗോൾഡൻ കളറിലെ ഹെഡ് പിൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിനുള്ളിലോട്ട് നമുക്ക് കുത്തി ഇറക്കാം ഇതുപോലെ. ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത് സെറ്റായി കമ്മൽ. ഇതെന്തൊരു സിമ്പിളാണല്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഏറ്റവും സിമ്പിളും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കുറച്ച് പേർക്ക് ഷെയറും കൂടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, പിന്നെ കുറച്ച് കമൻറ്റും ചെയ്യുക. നിങ്ങൾക്കിതുപോലെ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ഇയറിങ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ മോഡൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.